ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ എന്തിനു വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ പൊതുവേ അപ്പോൾ അതിനു മുന്നേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് തന്നെ ഒരു വ്ളോഗ് ഇടാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ട് ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ച് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കേട്ടോ. ഞാനും ഞങ്ങളെ കൊച്ചുട്ടിയും പിന്നെ അകി കുളിക്കുകയാണ്. അപ്പോൾ അകി വരും, ഇന്നത്തെ വ്ളോഗിൽ അകി വരും കേട്ടോ. കുറേ കാലമായിട്ട് എൻ്റെ ചീഞ്ഞ മോന്ത കണ്ട് നിങ്ങൾക്കും മടുത്തിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അകി ഉണ്ടാവും, ഇവ് ഉണ്ടാവും, ഞങ്ങളെ 3 പേരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് കണ്ണൂർ വരണം. കണ്ണൂർ വന്ന സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് മുത്തപ്പൻ്റെ അമ്പലത്തിൽ വരണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ. മുത്തപ്പൻ്റെ അമ്പലത്തിൽ വരണം എന്നുള്ളത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പൊതുവേ കുറേ അമ്പലങ്ങളിലൊന്നും പോകാറില്ല. അടുത്തുള്ള 2-3 അമ്പലങ്ങളിൽ എപ്പോഴെങ്കിലും പോയെങ്കിൽ പോയി. അത് വിശ്വാസമില്ലായിട്ടല്ല, ഞങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കാറുണ്ട്. അതായത് ദൈവം ഇല്ല എന്നല്ലോ, അങ്ങനെയല്ലേ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകണം, അതായത് നമുക്ക് അവിടെ പോയാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്ന് തോന്നുന്ന അമ്പലങ്ങളിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും പോകാറുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഒരു അമ്പലങ്ങളിലൊന്നാണ് ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് കുറച്ചായി, ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് അവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് അമ്പലങ്ങളിൽ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഉണ്ടായി മുതൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് എനിക്ക് കണ്ണൂർ പോകണം, പറശ്ശിനിക്കടവ് പോകണം എന്നെൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രാത്രിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ പോകാമെന്നുള്ളത്. ഞങ്ങൾ രാവിലെ 7 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിവിടെ ഒരു 12:30 കൂടിയിട്ട് ഞങ്ങൾ റൂമിലെത്തി. 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. ഞങ്ങൾ അതിന് മുന്നേ കയറി പറ്റി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കയറിയിട്ടാം. അപ്പോൾ ഇതിന് മിനി വ്ളോഗായിട്ട് ഞാൻ ഇടാം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ മുതലുള്ള വീഡിയോ മിനി വ്ളോഗായിട്ട് ഇടാം. ഇവിടെ വന്നിട്ടൊരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേട്ടാ. അതിനെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. അങ്ങനെ ഇവന് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. കുറ്റിയായിക്കണല്ലോ. ഇവിടെ പൊറ്റുണ്ടോ? കണ്ണെഴുതിണ്ടോ? കണ്ണ് അതെന്താ ചിച്ചാനി? ഇവന് മുടിയൊക്കെ വന്ന് ഇപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്ത കാരണം അവള് നല്ല സുന്ദരി കുട്ടിയാണ്. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല കോലം, ആകെ മുഖമൊക്കെ കരിവാളിച്ചിട്ട് മാതിരി പെട്ട കോലാവും കേട്ടോ. ഇപ്പോൾ ഒന്ന് മിനിങ്ങിയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പറശ്ശിനിക്കടവ് പോകാൻ വെച്ചിട്ടാണ് കണ്ണൂർക്ക് തന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ 12:30 എത്തി. അപ്പോൾ ഇപ്പോൾ ടൈം അത് കഴിഞ്ഞിട്ടേക്ക് ഉറങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ ടൈം ഒരു 3 മണി 3:30. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവന് ഇവിടെ വന്നിട്ട് ചോറ് കൊടുക്കണം എന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഉണ്ടായ പ്ലാനാണ് കേട്ടോ. ഇവിടെ അങ്ങനെ പ്രായമൊന്നുമില്ല മക്കൾക്ക് ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് ചോറ് കൊടുക്കും. ഇവൻ്റെ 90ൻ്റെ മുണ്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോറ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെങ്കിൽ അതൊന്ന് അന്വേഷിക്കണം. ഇവിടെ ഞാൻ താഴത്ത് അന്വേഷിച്ചപ്പോൾ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ മോർണിംഗ് 7 മണി മുതൽ രാത്രി 4:30 വരെ ഉണ്ട്, അല്ല വൈകിട്ട് 4:30 വരെ ചോറൂണ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങളിപ്പോൾ തൊഴാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി വാങ്ങി നോക്കി തിരിച്ചു വരാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നാളെ രാവിലെ നേരത്തെ പോയിട്ട് ഞങ്ങൾ തൊഴും. അതിനുശേഷം വന്നിട്ട് റൂമിൽ വന്നിട്ട് ഞങ്ങൾ അതായത് ചെക്ക് ഇൻ ചെയ്ത ടൈമിൽ ഞങ്ങൾ ചെക്കൗട്ട് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോവാണ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്, അതിനുവേണ്ടി പോവാണ്. അപ്പോൾ അതേ അഗി ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് പുറത്ത്. നീ നാളെ ചോറ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട് അല്ലേ. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നത്. എല്ലാം ഒരു പുതിയ തുടക്കമാവട്ടെ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയൊരു പുതിയ വർഷം, ഞങ്ങളൊരു പുതിയൊരു തുടക്കം. അപ്പോൾ അത് ഇവിടെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലേ പോവുക. അപ്പഴേ നമ്മളിവിടെ എത്തി. പറയുന്നത് കേൾക്കുന്നുണ്ടോ അല്ലേ? മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഭയങ്കര ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് സന്തോഷമായി. ഇവിടുന്ന് വലിച്ചോണ്ടോണ്ട് വരും. ഇവിടെ
നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് വെറൈറ്റി കമ്മല് ജോലി കമ്മല് കണ്ട ഞാൻ അവിടെ കമ്മല് വീഴും. ഞാൻ കുറേ കളക്ഷൻസിൽ കാണിക്കാം കേട്ടോ, അടിപൊളി കളക്ഷൻസ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ. ഫോൺ അലൗഡ് ആണോ എന്ന് അറിയില്ല. പോരും. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തൊഴുത് ഇറങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ ഞങ്ങൾ തൊഴുതു. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മുണ്ടെടുത്ത് കയറാം, പാൻറ് എടുത്ത് കയറാം, ബിരിയാണി കട ഹോട്ടലൊക്കെ തൊട്ടെടുത്ത് ബിരിയാണി റെഡി പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അമ്പലത്തിലേക്ക് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വരണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച ആധാരം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര പീസ്ഫുള്ളാണ്. ആ വ്യൂ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞു. ഒരുപാട് നായ്ക്കളുണ്ട്. നമ്മൾ എടുത്ത് തന്നെ നായ്ക്കളുണ്ട്. ഇതൊന്നും എനിക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്കാർ. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊക്കെ വന്ന് കണ്ട ആൾക്കാരായിരിക്കും അല്ലേ? അല്ല, ഈ അമ്പലത്തിൽ വരാത്തൊരു വളരെ കുറവായിരിക്കും. ഇനി ഒരു പരിപാടി കൂടി ഉണ്ട്. അവിടെ ചായ കൊടുക്കുന്നുണ്ട്. അല്ല പുഴുക്കല്ല, മമ്പേർ എന്തോ ആണ്. മമ്പേർ തേങ്ങ കഷ്ണമൊക്കെ കിട്ടും തോന്നുന്നുണ്ട്. പണ്ടത്തെ ഒരു ഓർമ്മയില്ല. അപ്പൊ അതും കൂടി ഇരിക്കണെന്തങ്ങനെ അതിട്ടിട്ട് അതിന്റെ ചായ കൂടി കുടിക്കാണ്ട് നമുക്ക്. ഇവിടെ പിന്നെ ഫുഡ് ഉണ്ട്, വൈകിട്ടൊക്കെ ഫുഡ് ഉണ്ട്. വൈകിട്ടുണ്ടെന്ന് ആരാ പറയും? പണ്ടല്ലേ ഊട്ടുപുര ഉച്ചക്കല്ലേ ഞാൻ പണ്ട് മോരുകറി ഇച്ചിരി ചോറിന് ഒരുപാട് മോരുകറി വരും കേട്ടോ. അതാണ് അവിടുത്തെ രസം. നല്ല ടേസ്റ്റ്. അപ്പൊ അതും എന്താ സംഭവം, ഞാൻ പണ്ട് വരുന്ന സമയത്ത് ഈ വരാത്തോണ്ടാണ് അതൊക്കെ പുരോഗമിച്ചത്. ആണല്ലോ പിന്നെ. അപ്പൊ ഇതേ തൊഴുത ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു സുഖം. ഇങ്ങനെ ഇരിക്കുമ്പോ സമാധാനം. എത്ര ദിവസം ആകെ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിനൊക്കെ ഒന്ന് വിട്ടുമാറി. പൗഡർ ഇട്ടിട്ട് അവിടെ മേക്കപ്പിന്റെ 5 കളിയാണ്. ബൂട്ടീഷ് എനിക്ക് ഇഷ്ടല്ല. അതങ്ങനെ ഒരു ബൂട്ടീഷ് എനിക്ക് ഇഷ്ടല്ല. എന്നാലും ഞാൻ ബൂട്ടീഷും ചെയ്യാറില്ല. അച്ഛക്ക് കുറച്ച് പൗഡർ ഇട്ട അച്ഛ കണ്ടില്ലേ കറുത്തിട്ട് വെയിൽ കൊണ്ടിട്ട് ഫുൾ സൺ ടാൻ. ഇവിടെ കറുത്താണ്. കണ്ണിൽ കണ്ണ് കറുത്തക്കണാ നേരമില്ല, പിന്നെയാണ് അമ്പ. അപ്പം അതെ, ഇനി ഫുഡൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എന്തായാലും നമുക്ക് ചായ കുടിക്കാൻ പോകാം അല്ലേ? ഇനി കഴിഞ്ഞിട്ട് നാളെ രാവിലെ പോലും വന്ന് ചോറ് കൊടുക്കണം. 7 മണി മുതൽ 4 മണി വരെ ചോറ് കൊടുക്കലുണ്ട്. നമുക്ക് എന്തായാലും രാവിലെ വന്നിട്ട് ചോറ് കൊടുത്തിട്ട് വേണം ഉച്ചയ്ക്ക് നമുക്ക് ഇവിടുന്ന് കയറണം. രാവിലെ നമ്മളിപ്പോൾ എന്ത് ഈ കോസ്റ്റ്യൂം വെച്ചാൽ വൈകിട്ട് കയറേണ്ട ഒരു ഇതില്ല. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിട്ട് നമ്മളെ ഇവന് ചോറ് കൊടുക്കും. ഇവ എന്താ ചോറ് കൊടുക്കുമ്പോൾ ഇവനൊരു പട്ടുപാവടി കൈ പിടിച്ചിട്ടുണ്ട്. പട്ടുപാടി കൈ പിടിച്ചിട്ടുണ്ട്. ഇവൻ്റെ ചോറുണ്ടല്ല 90ൻ്റെ മുണ്ടെടുത്തിട്ടാവും മിക്കവാറും. അപ്പോൾ ചോറ് കൊടുക്കണം. അതൊരു വലിയ ആഗ്രഹമായിട്ട് മാറി ഇവിടുന്ന് ചോറ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതും ചെയ്യാണ്ട് ഇനി ഇവന് എന്തെങ്കിലും ടോയ്സ് വാങ്ങണം. അല്ല, നമുക്ക് ഈ ഒരു ദിവസം തന്നെ വരാൻ പറ്റിയ
നടക്കുന്നത്. അതായിട്ട് ഭയങ്കര സന്തോഷം. 1-ാം തീയതി വരാൻ പുതിയൊരു വർഷത്തിലൊരു എന്തേ ഇത് കാട്ടുന്നു. 1-ാം തീയതി വരാൻ പറ്റി, അതാണ് വലിയ സന്തോഷം. മോങ്ങ കടിച്ചു നോക്കിയ എടി എന്നെ ട്രോളും ഇട്ടവര്. ആ ഉപ്പു കാലി കഴുകണേ മോന്, കാലി കിട്ട. നമ്മളിതേ ഇവിടെ ബോട്ടിൽ കയറാൻ പോകണ്ട, കയറണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ പിന്നെ ഒരിക്കലല്ലേ, പിന്നെ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എപ്പോഴും അങ്ങോട്ട് വരാമെന്ന് അറിയില്ലല്ലോ. പിന്നെ 40 രൂപയുള്ളൂ കേട്ടോ, അരമണിക്കൂർ. ഇത് നമ്മുടെ കർമ്മയിലാണെങ്കിൽ കുറ്റമായിട്ട് പറയല്ല, എന്നാലും ഉള്ളത് പറയണമല്ലോ അല്ലേ, എൻ്റെ കയ്യിലുണ്ട് ഉള്ളത് പറയണമല്ലേ. അരമണിക്കൂറിന് വെറും 40 രൂപയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെതായ കാരണമായിരിക്കാം. അപ്പോൾ 40 രൂപയുള്ളത്. ഇപ്പോൾ നമ്മൾ കർമ്മയിലാണെങ്കിൽ 10 മിനിറ്റിന് കൊടുക്കണം 100 രൂപ ഒരാൾക്ക്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. അവരുടെ മക്കളേറ്റ് കയറുന്നതിന് കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞത്. ഓക്കെയാണ്, സേഫാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫാമിലി ബോട്ടും ഉണ്ട്. പിന്നെന്താടാ, ഫാമിലി ബോട്ടിന് 500 നമുക്ക് മാത്രം ഇട്ടാ. ടിക്കറ്റ് നമ്മളെടുത്ത് വരും. അപ്പം ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. മേലെ കയറാ. ആ ശരാ കാത്തോടെ. കൊടുന്നു തരുമോ? നമ്മള് ഇതിന് പോണേ. തരുമോ? എടന്ന് കുട്ടി, അയ്യോ വണ്ടി എടുത്തു. ഇങ്ങനെ തന്നെയല്ലേ ഫോണൊക്കെ ഇവിടെ ഉണ്ട്. ടർക്കിതാ കൂട്ടി കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? സേഫല്ലേ? ഇതാണ് എന്താ ഓർമ്മ വരുന്നത്? ഇതാണ് എന്ത് തോന്നണേ? പക്ഷെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഇവന് മാത്രല്ല, ഇവനെ മുറുക്കി പിടിക്കണം. എനിക്ക് എന്തൊക്കെ അറിയാം, ഞാനും ഇവരെടുത്ത് നീന്തിക്കറി കയറും. അപ്പൊ അതേ നമ്മൾ പോവാണ് കേട്ടാ. ഇവ എന്തൊക്കെയോ ആലോചിച്ചിരിക്കാണ്. ആ എടുക്കണം.
നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നല്ല ഫോട്ടോസ് നല്ല വീഡിയോസും കിട്ടിയിട്ടുണ്ട്. അതും സൺസെറ്റിന്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വ്യൂ. എന്ത് മോളെന്റെ എക്സ്പീരിയൻസ് പറ. മാമേനെ കണ്ടാ? ഓൾക്ക് ഒന്നിനും നേരം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം കുട്ടിക്ക് പൗഡർ അങ്ങോട്ടും കൊണ്ടും മാറി. ഇപ്പൊ ഇജ് വെള്ളത്തില് മാമേനെ കണ്ടാ? വലിയ മാമേനെ അമ്മ കണ്ട്. ഇജ് കണ്ടാ? ഇജ് കണ്ടാ? അയ്യോ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മൾ പറഞ്ഞ സംഭവത്തിലോട്ട് പോവാം. ചായ കുടിച്ചിട്ട് വരാം. വരൂ ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? പുഴുക്കല്ല, ഞാൻ പറയില്ല, അത് ഉപ്പേരിയാണ്. മമ്പയർ ആവിയിൽ വേവിച്ചതും പുഴുങ്ങിയെടുത്തതാണ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട്, പക്ഷെ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ എന്ത് രസമല്ലേ? അയ്യോ, പാവങ്ങളാട്ടോ നായ്ക്കള്. മുത്തപ്പന്റെ വാഹനമല്ലേ നായ്ക്കൾ? അല്ലേ? മുത്തപ്പന്റെ വാഹനല്ലേ നായ്ക്കള്? വാഹനം 8 മണിക്കാണ്. 8:30ക്ക് 8 മണിക്കാ. പോണ 8:15 സ്റ്റാർട്ട് ചെയ്യോ അന്നദാനം? അതുകൂടി കഴിക്കണം എന്നുണ്ട്. കാരണം നാളെ ഉച്ചയ്ക്ക് കയറുന്നതുകൊണ്ട് അതുകൂടി കഴിക്കണം എന്നുണ്ട്. നോക്കാം. 8:30 വരെ ഇവൂനെ പിടിച്ചിരുത്തുക ടാസ്ക്കാണ്. പഞ്ചര നോക്കാം. കൂട്ടുകാരെ കിട്ടിയോ? എവിടെ മാവ? എവിടേക്ക് പോയി? അവിടെ ഉണ്ടോ? കൂട്ടുകാരെ കിട്ടിയോ പൊന്നിന്? വാ, അവിടെ കൂട്ടുകാരാ, വിളിച്ചിട്ട് വായോ. എവിടെയായിട്ട് എഴുതണ സ്ലേറ്റ് ഉണ്ട്. നമുക്ക് എഴുതണത് ഭയങ്കര ഇഷ്ടം. അപ്പം അത് വാങ്ങും. പാവിയും ഒക്കെ ഉണ്ട്. ഒന്നും വെച്ച് കളിക്കില്ല. അപ്പം നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം അല്ലേ? നമ്മുടെ എവിടെ കണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ തീവ്രവാദികളുടെ ഇടയിൽ ഞാൻ എങ്ങനെ ജീവിച്ചു പോകുന്നു എനിക്കറിയില്ല. അപ്പോൾ നാളെ രാവിലെ പോയിട്ട് ഇവിടെ നിന്ന് ചോറ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീട്ടിൽ. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നതാ? നല്ല ഡേ. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മൾ ബാക്കി വീഡിയോ നാളെ വരും. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പം നീ ഫുഡ് കഴിക്കണം. നേരത്തെ പോകണം. നേരത്തെ ഉറങ്ങേണ്ടത് കൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കണം. അപ്പം അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.